ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന്റെ ശ്രീലങ്ക സന്ദർശനം. പെട്ടെന്നുള്ള ഈ സന്ദർശനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ജൂലൈ 20 മുതൽ 23 വരെയുള്ള സന്ദർശനം ഔദ്യോഗികമായി ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് എന്ന നിലയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആഡംബരങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പ്രധാനമായും ഷാങ്രീല ഹെലിപ്പാഡിൽ നിന്ന് പിനാവാല എലിഫന്റ് ഓർഫണേജിലേക്കുള്ള ഹെലികോപ്റ്റർ റൈഡുകൾ. പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് ഈ ആഡംബര യാത്ര എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇതൊരു സാധാരണ യാത്രയല്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സന്ദർശനത്തിന്റെ ടൈമിംഗ്. പ്രത്യേകിച്ച് മോദിയുടെ മാലദ്വീപ് സന്ദർശനത്തിന് തൊട്ടു മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ വിദേശ ശക്തികളുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ CDS അനിൽ ചൗഹാൻ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ടർക്കി എന്നീ രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നത് സൂചിപ്പിച്ചത്. കുറച്ചു മുമ്പാണ് ഫ്രഞ്ച് ഇന്റലിജൻസ് കമ്പനിയായ അൺസീൻ ലാബ്സ് നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം ചൈനയുടെ റിസർച്ച് ഷിപ്പുകൾ ബംഗാൾ ഉൾക്കടലിൽ അവയുടെ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫ് ചെയ്ത നിലയിൽ പര്യവേഷണം നടത്തുന്നതായി അറിയിച്ചത്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ മുനീറിന്റെ ഈ സന്ദർശനത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. അപ്പുറത്ത് തുർക്കിയും ബംഗ്ലാദേശുമായി സംയുക്ത പ്രതിരോധ ഡീലുകൾ നടത്തുന്നുണ്ട്. നേരത്തെ തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടെ ബംഗ്ലാദേശും ഇന്ത്യയെ ചെറിയ തരത്തിൽ ചൊറിഞ്ഞിരുന്നു. ബംഗാൾ ഉൾക്കടൽ അവരുടേതാണെന്നും പൂർണ്ണ അവകാശം അവർക്കാണെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ചൈനയുമായി സഹകരിച്ച് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിക്കടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ഇന്ത്യ ഈ പ്രദേശത്തെ റഡാർ സംവിധാനങ്ങളും വലിയ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുതന്നെ അസീം മുനീറിന്റെ യാത്രയുടെ ഉദ്ദേശവും ഏകദേശം ഊഹിക്കാവുന്നതാണ്. ചൈന, തുർക്കി, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവർ ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായി നമുക്ക് അനുമാനിക്കാം. ഇതിലവർ ശ്രീലങ്കയെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു പുറമെ പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുത്തു വരികയാണ്. ഈ ബന്ധം വെച്ച് അമേരിക്കയുടെ അടുത്തു നിന്ന് കൂടുതൽ സഹായവും അവർ പറ്റുന്നുണ്ട്. അടുത്തിടെ ട്രംപ് അസീം മുനീറിന് വലിയ വിരുന്ന് സൽക്കാരമൊക്കെ ഒരുക്കിയിരുന്നു. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനായുള്ള നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിക്കാനും പാകിസ്ഥാൻ മറന്നില്ല. അതേസമയത്ത് ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അകൽച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഈ അടുത്ത കാലത്തായി പലതവണ ഇന്ത്യയെ തള്ളിപ്പറയുകയും ഇന്ത്യയടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണെങ്കിൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഉടക്കി നിൽക്കുകയുമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ നീക്കവും. ഇനി പുതിയതായി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ കാത്തിരുന്ന് കാണാം. ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.